വാർത്തകൾ വിശദമായി. കോയമ്പത്തൂരിൽ പിടിയിലായ മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെയും കൂട്ടാളികളെയും കോടതി റിമാൻഡ് ചെയ്തു. കോയമ്പത്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 5 പേരെയും അടുത്ത മാസം 3 വരെ റിമാൻഡ് ചെയ്തത്. പോലീസ് തട്ടിക്കൊണ്ടുപോകുകയാണെന്നും കോടതിയിലേക്ക് പോകും വഴി രൂപേഷ് വിളിച്ചു പറഞ്ഞു. കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ തമിഴ്നാട് പോലീസ് അടുത്ത ദിവസം അപേക്ഷ നൽകും. ഏകദേശം 24 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം വൈകിട്ട് 4:30യോടെയാണ് രൂപേഷിനെയും കൂട്ടാളികളെയും ക്യൂ ബ്രാഞ്ച് ക്യാമ്പ് ഓഫീസിൽ നിന്ന് കോയമ്പത്തൂർ കോടതിയിലേക്ക് കൊണ്ടുപോയത്. പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെ മുദ്രാവാക്യം വിളിച്ച സംഘം തങ്ങളെ പോലീസ് തട്ടിക്കൊണ്ടുവരികയായിരുന്നെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ലെന്നും ജയിലിലേക്ക് കൊണ്ടുപോകും വഴി ഇവർ വിളിച്ചു പറഞ്ഞു. കേരളത്തിൽ നിന്ന് ആഭ്യന്തര സുരക്ഷാ വിഭാഗം ഡിവൈഎസ്പി പി വാഹിദും ഇന്റലിജൻസ് ഡിവൈഎസ്പി പി സദാനന്ദനും അടങ്ങുന്ന സംഘമാണ് മാവോയിസ്റ്റ് സംഘത്തെ ചോദ്യം ചെയ്തത്. കേരളത്തിലെ വിവിധ കേസുകളിലെ പ്രാഥമിക വിവരശേഖരണം ഇവർ നടത്തി. എന്നാൽ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും ഇവർ സഹകരിച്ചില്ല. തമിഴ്നാട് ഇന്റലിജൻസ് DIG ഈശ്വരമൂർത്തിയും ആന്ധ്ര പോലീസ് സംഘവും ഇവരെ ചോദ്യം ചെയ്തു. കോടതി റിമാൻഡ് ചെയ്ത 5 പേരെയും കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അടുത്ത ദിവസം തന്നെ ഇവരുടെ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കുമെന്ന് മാവോയിസ്റ്റുകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ബാലമുരുകൻ പറഞ്ഞു. ക്യാമറാമാൻമാരായ മഹേഷ് പാലക്കാടിനും PB സലീമിനും റിപ്പോർട്ടർ ദിൽജിത്തിനുമൊപ്പം കോയമ്പത്തൂരിൽ നിന്നും AK ലതീഷ്. 2008 മുതൽ രൂപേഷിനെക്കുറിച്ചോ ഷൈനയെക്കുറിച്ചോ യാതൊരു വിവരവുമില്ലെന്ന് ഷൈനയുടെ അമ്മ നബീസ. മാധ്യമങ്ങളിലൂടെ അറിയുന്ന വാർത്തകൾ മാത്രമേ തനിക്കും അറിയുള്ളൂവെന്നും നബീസ പറഞ്ഞു. രൂപേഷ് ഒളിവിൽ പോയെന്ന വാർത്ത തെറ്റെന്ന് മകൾ ആമി പീപ്പിളിനോട് പ്രതികരിച്ചു. ജനങ്ങൾക്ക് വേണ്ടിയാണ് രൂപേഷ് നിലകൊണ്ടത്. നിയമ നടപടികളുമായി മുൻപോട്ട് പോകുമെന്നും ആമി പീപ്പിൾ TVയോട് പറഞ്ഞു. രാഷ്ട്രീയ തടവുകാര് എന്ന് പറയുന്ന വിഷയം തന്നെ സമൂഹത്തില് അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം അവർ മാറ്റുണ്ടാക്കാൻ നോക്കണമല്ലോ. അത് അവരുടെ തെറ്റല്ലല്ലോ. അതിനെ എന്താ പറയുക, ഇത്തരത്തിൽ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതുണ്ട്. അതെല്ലാ രാഷ്ട്രീയ ഇതിനും തടവുകാരെന്നുള്ള തന്നെ കോമൺ ആയിട്ടുള്ള ഇതിൽ തന്നെ നമ്മൾ ചിന്തിക്കും. പിന്നെ രൂപേഷ് ഷൈന അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അവർ എന്താ പറയുക, അവരൊരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവർ പ്രവർത്തിക്കുന്നതിൽ അവരാരെയും പിടിച്ചു പറിച്ചിട്ടോ അവർ സ്വന്തം വീട് പൊക്കിയിട്ടൊന്നുമല്ല. ഈ വീട് എൻ്റെ അമ്മാമ്മ പെൻഷൻ എന്താ പറയുക ജോലി റിട്ടയർഡ് ഹെൽത്ത് സൂപ്പർവൈസർ ആയിരുന്നു. അപ്പോൾ ജോലി ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള വീടാണ്. രൂപേഷ് ഷൈനയും വീടിനായിട്ടോ അല്ലെങ്കിൽ 2 മക്കളുണ്ടാക്കിയത് എന്നല്ലാണ്ട് വീടിനായിട്ടോ അല്ലെങ്കിൽ ഇതിനായിട്ടോ ഒന്നും തന്നെ അനധികൃതമായിട്ട് സമ്പാദിച്ചിട്ടോ അനധികൃതമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എന്ത് പറയാനായി? എനിക്ക് ഒരു 2008 ശേഷം ഇവരെപ്പറ്റി യാതൊരു വിവരം എനിക്കില്ല. ഞാൻ കണ്ടിട്ടുമില്ല. ഇവരെവിടെയൊന്നും എനിക്കറിയില്ല. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ പേപ്പറിൽ വല്ല ന്യൂസൊക്കെ കാണുന്നു, അത് വായിക്കുന്നു. ഒരിക്കലും വിളിക്കാറില്ല എന്ന് പറഞ്ഞാൽ പോലീസ് ഏത് നേരവും എല്ലാ ഫോണും നടന്ന് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അവരൊരിക്കലും വിളിക്കാറില്ല. അവർക്ക് ഫോണുണ്ടോയെന്നും എനിക്കറിയില്ല. രൂപേഷിന്റെ അറസ്റ്റോടെ കേരളത്തിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് വിരാമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. രൂപേഷിനെതിരെ 20ഓളം കേസുകൾ കേരളത്തിൽ നിലവിലുണ്ടെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അസ്വസ്ഥതകൾക്ക് വിരാമമിടത്തക്ക നിലയിൽ ഉള്ള ഒരു ശക്തമായ നീക്കമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ ആഭ്യന്തര സുരക്ഷാ വിഭാഗവും തമിഴ്നാട്, ആന്ധ്ര, കർണാടക വിഭാഗങ്ങളുമായി നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇതുണ്ടായിട്ടുള്ളത്. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനൊപ്പം പിടിയിലായ അനൂപിന്റെ പത്തനംതിട്ടയിലെ വീട്ടിൽ പോലീസ് എത്തി. വിവരശേഖരണത്തിനായിട്ടാണ് വടശ്ശേരിക്കര CIയുടെ നേതൃത്വത്തിലെ പോലീസ് സംഘം അനൂപിന്റെ വീട്ടിലെത്തിയത്. അനൂപിന്റെ അമ്മ ഏലിയാമ്മയോട് പോലീസ് വിവരങ്ങൾ ആരാഞ്ഞു. പിടിയിലായത് അനൂപാണോ എന്ന് സംശയമുണ്ടെന്നും 3 വർഷം മുൻപ് കാണാതായ മകനെക്കുറിച്ച് വിവരമൊന്നും ഇല്ലെന്നും ഏലിയാമ്മ പോലീസിനെ അറിയിച്ചു. 2011 ഒക്ടോബർ 22-ാം തീയതി ഇവിടുന്ന് ഗൾഫിന് പോയിട്ട് പിന്നെ ഇവിടെ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ല. അവന് എവിടെയാ അങ്ങനെ വന്ന് വിട്ടു.
TJ ജോസ് കോപ്പിയടിച്ചതായി മഹാത്മാഗാന്ധി സർവകലാശാല ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ റിപ്പോർട്ട്. വൈസ് ചാൻസലർക്കും പരീക്ഷാ കൺട്രോളർക്കും സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഐജിക്കെതിരെ വകുപ്പുതല അന്വേഷണം പുരോഗമിക്കുകയാണ്. കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ നടന്ന മഹാത്മാഗാന്ധി സർവകലാശാല ഓഫ് ക്യാമ്പസ് LLM പരീക്ഷയിൽ തൃശൂർ റേഞ്ച് IG TJ ജോസ് കോപ്പിയടിച്ചുവെന്നാണ് ഡെപ്യൂട്ടി രജിസ്ട്രാർ AC ബാബുവിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. സർവകലാശാല തലത്തിലെ അന്വേഷണത്തിന്റെ ഭാഗമായി ചീഫ് സൂപ്രണ്ട്, അഡീഷണൽ ചീഫ് സൂപ്രണ്ട്, ഇൻവിജിലേറ്റർ എന്നിവരടക്കം 5 പേരിൽ നിന്ന് തെളിവെടുത്ത ശേഷം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് IG കോപ്പിയടിച്ചതായി സ്ഥിരീകരിക്കുന്നത്. തൂവാലക്കുള്ളിൽ പേപ്പർ കഷ്ണങ്ങൾ വെച്ച് കോപ്പിയടിക്കുകയായിരുന്നുവെന്നും ഇതേ തുടർന്നാണ് പരീക്ഷാ ഹാളിൽ നിന്ന് ഇറക്കിവിട്ടതെന്നും മൊഴികളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ IGക്കെതിരെ നടപടി ഉറപ്പായി. വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് 2-3 വർഷത്തിന് ശേഷമേ ഇനി IGക്ക് പരീക്ഷ എഴുതാൻ കഴിയുകയുള്ളൂ. പ്രാഥമിക അന്വേഷണത്തിൽ IG കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതോടെ സർവകലാശാല തലത്തിലുള്ള 2ാം ഘട്ട അന്വേഷണവും ഉണ്ടായേക്കും. IGക്കെതിരായ വകുപ്പുതല അന്വേഷണവും നടക്കുന്നുണ്ട്. ഉത്തരമേഖല ADGP ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം IG TJ ജോസ് നിർബന്ധിത അവധിയിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. JDUവിനെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രമം തുടരുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള UDF ഉപസമിതി റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടിയെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. റിപ്പോർട്ട് ഈ മാസം 9-ന് നൽകുമെന്ന് PP തങ്കച്ചൻ അറിയിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് MP വീരേന്ദ്രകുമാറുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. പാലക്കാട് തോൽവിയിലെ ഉപസമിതി റിപ്പോർട്ട് അതേപടി നടപ്പാക്കണമെന്ന ആവശ്യമാണ് ഒരു പകൽ നീണ്ട ചർച്ചകളിൽ വീരേന്ദ്രകുമാർ ഉന്നയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDFന്റെ സംഘടനാ സംവിധാനത്തിലും കൂടുതൽ പരിഗണന വേണമെന്ന ആവശ്യവും JDU നേതൃത്വം ഉന്നയിച്ചു. അനുനയ ശ്രമങ്ങളുടെ ഭാഗമായി UDF ജില്ലാ കൺവീനർ സ്ഥാനം JDUവിന് നൽകിയേക്കും. മണ്ഡലം ഭാരവാഹികളായി JDUവിനെ ഉൾപ്പെടുത്താനും ധാരണയായി. അതേസമയം അടുത്ത ശനിയാഴ്ച റിപ്പോർട്ട് കിട്ടിയാലുടൻ തീരുമാനമുണ്ടാകുമെന്ന് ക്ലിഫ് ഹൗസിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. പാലക്കാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് UDF വെച്ചിരുന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ട് സംബന്ധിച്ചാണ്. അത് സംബന്ധിച്ചുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് 9-ാം തീയതി തരുമെന്ന് ഇന്ന് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന UDF കൺവീനർ ശ്രീ PP തങ്കച്ചൻ പറഞ്ഞു. അദ്ദേഹം എല്ലാവരുമായിട്ട് അതിനോടകം തന്നെ ബന്ധപ്പെട്ടിട്ടുമുണ്ട്. 9-ാം തീയതി ആ റിപ്പോർട്ട് കിട്ടും. റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിശ്ചയമായും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് പരിശോധിച്ച് ഒരു തീരുമാനം എത്രയും വേഗം ഉണ്ടാകുന്നതാണ്. ചർച്ചകളിൽ സംതൃപ്തി ഉണ്ടെന്നും എന്നാൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ് ഉന്നയിച്ചതെന്നും വീരേന്ദ്രകുമാർ അഭിപ്രായപ്പെട്ടു. ഞങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ സമസ്യകൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും പരിഹാരം കാണുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അത് സന്തോഷമുണ്ട്. വർഗീയതയ്ക്കെതിരായ പ്രതിരോധത്തിൽ ഇടതുമുന്നണിയുമായി വേദി പങ്കിടുമെന്ന നിലപാട് ഉച്ചയ്ക്ക് VM സുധീറിനുമായുള്ള ചർച്ചയിൽ വീരേന്ദ്രകുമാർ ആവർത്തിച്ചു. രാവിലെ ചെന്നിത്തലയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഏറ്റവും ഒടുവിൽ രാത്രിയിൽ ക്ലിഫ് ഹൗസിലെ ചർച്ചകളിൽ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും VM സുധീറിനും കോൺഗ്രസ് നിലപാട് വീരേന്ദ്രകുമാറിനെ അറിയിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കീഴിലുള്ള ട്രസ്റ്റുകളും ഓഡിറ്റിംഗ് നടത്താൻ അനുമതി നൽകി സുപ്രീംകോടതി ഉത്തരവിട്ടു. മുൻ CAG വിനോദ് റായ്ക്കാണ് ഓഡിറ്റിംഗ് നടത്താൻ അനുമതി. ട്രസ്റ്റുകൾ ഓഡിറ്റ് ചെയ്യരുതെന്ന രാജകുടുംബത്തിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി. ക്ഷേത്രത്തിന് സമീപമുള്ള ശിവസേന ഓഫീസ് മാറ്റണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു. പത്മനാഭസ്വാമി ക്ഷേത്രം ട്രസ്റ്റിന് കീഴിലുള്ള സ്വത്തുക്കളും അതിലെ വരവ് ചിലവ് കണക്കുകളും ക്ഷേത്രത്തിന്റെ ഭാഗമല്ലെന്ന രാജകുടുംബത്തിന്റെ വാദം തള്ളിയാണ് ഓഡിറ്റിംഗ് നടത്താൻ സുപ്രീംകോടതി അനുമതി നൽകിയത്. ക്ഷേത്രം കണക്കുകൾ ഓഡിറ്റിംഗ് നടത്താൻ നേരത്തെ സുപ്രീംകോടതി മുൻ CAG വിനോദ് റായെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ട്രസ്റ്റുകളുടെ കണക്കുകൾ നൽകാൻ വിനോദ് റായ് ആവശ്യപ്പെട്ടെങ്കിലും രാജകുടുംബം തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് സുപ്രീംകോടതി വിനോദ് റായ്ക്ക് പൂർണ്ണ അനുമതി നൽകിയത്. എല്ലാ കണക്കുകളും നൽകാൻ രാജകുടുംബത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഓഡിറ്റിംഗ് ചെലവ് വരുന്ന തുക ഭരണസമിതി നൽകണം. ഇതുവരെ 50 കോടിയോളം രൂപ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വേണ്ടി ചിലവഴിച്ചതിനാൽ ഓഡിറ്റിംഗ് ചെലവ് വഹിക്കാനാകില്ലെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഇതിനാലാണ് ഭരണസമിതി ചിലവ് വഹിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. ക്ഷേത്രത്തിന്റെ അനുബന്ധ കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവസേനയുടെ ഓഫീസ് ഒഴിപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാരും അമിക്കസ് ക്യൂറിയും ആവശ്യപ്പെട്ടു. ക്ഷേത്ര സുരക്ഷ പ്രധാനമായതിനാലാണ് ഒഴിപ്പിക്കേണ്ടത്. ഇക്കാര്യത്തിൽ ഭരണസമിതിയുടെ നിലപാടറിയാൻ സുപ്രീംകോടതി നോട്ടീസ് നൽകി. ന്യൂസ് ബ്യൂറോ, ദില്ലി.
ഹൂതി വിമതർ ഷെല്ലാക്രമണം നടത്തി. യമൻ സൗദി അതിർത്തിയായ ദക്ഷിണ പ്രവിശ്യയായ നജ്റാനിലാണ് ഹൂതി വിമതർ ഷെല്ലാക്രമണം നടത്തിയത്. ആക്രമണത്തെ തുടർന്ന് നജ്റാനിലേക്കുള്ള വിമാന സർവീസുകൾ സൗദി അറേബ്യ നിർത്തിവച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. വാർഷികത്തോട് അനുബന്ധിച്ച് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 225 കുട്ടികൾക്ക് എയർ ഇന്ത്യയെ പരിചയപ്പെടുത്തും. ഇതിനോടനുബന്ധിച്ച് നാളെ എയർ ഇന്ത്യയുടെ തിരുവനന്തപുരത്തെ ഹാങ്ങർ യൂണിറ്റ് കുട്ടികൾ സന്ദർശിക്കും. 50 ഭാഗ്യശാലികൾക്ക് മടക്ക ടിക്കറ്റ് ഉൾപ്പെടെ 10 ദിവസത്തേക്ക് സൗജന്യമായി നൽകുമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. മാർച്ച് 13 ബജറ്റ് ദിനത്തിൽ നിയമസഭയിലുണ്ടായ സംഭവവികാസത്തിൽ നിയമസഭാ സെക്രട്ടറി ഗവർണർക്ക് നൽകിയ റിപ്പോർട്ട് അസത്യങ്ങൾ നിറഞ്ഞതാണെന്ന് വി. ശിവൻകുട്ടി MLA ആരോപിച്ചു. ഇതിനെതിരെ പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.